കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കാക്ക വന്ന വഴി എന്ന ഈ പ്രോഗ്രാമിലൂടെ എന്നെ പലയിടങ്ങളിലായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ദൈവദാസിദാസന്മാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ സ്ഥലം കേരളത്തിലെ കരുവാറ്റ എന്നതാണ്. ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റയാണ്. ഞാൻ കേരളത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യക്കുള്ള വേലയ്ക്കായിട്ട് വിളി കേട്ട അനന്തരമായിട്ട് ഞാൻ നോർത്ത് ഇന്ത്യൻ ബൈബിൾ കോളേജിൽ ഉത്തർപ്രദേശ് വാരണാസിയുള്ള ബൈബിൾ കോളേജിൽ 1987 മുതൽ 90 വരെ പഠിക്കുകയും അതിനുശേഷമായിട്ട് അവിടെ ഉത്തർപ്രദേശ് തന്നെ ഉത്തർപ്രദേശ് ബീഹാറിലുമായിട്ട് 90 മുതൽ 97 വരെ ശുശ്രൂഷയിലായിരിക്കുകയും ആയിരുന്നു. അതിനുശേഷമായിട്ട് വീണ്ടും 97 ഒക്ടോബറിൽ നാട്ടിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ എൻ്റെ പേരൻസിന്റെ പ്രാതികാവസ്ഥയിൽ കടന്നു വന്ന് വീണ്ടും 98 മെയ് മാസം മുതൽ 24 വർഷം 6 സഭകളുടെ സഭാ ശുശ്രൂഷയിലായിരുന്നു. അതിനുശേഷം വീണ്ടും മൂത്തുമോട് വിവാഹത്തിന് ശേഷമായിട്ട് മടങ്ങി 2022 ഫെബ്രുവരിയിൽ മൂത്തുമോടെ വിവാഹമായിരുന്നു. മെയ് മാസം മടങ്ങി നോർത്ത് ഇന്ത്യയിലേക്ക് പോകാനിടയായി തീർന്നു. ഉത്തർപ്രദേശ് മധുര എന്ന സ്ഥലത്താണ് ഇപ്പോൾ കർത്താവിന് വേല ചെയ്തത്. ദൈവം നടത്തിയ വിധങ്ങളെ പറ്റി ഒത്തിരി പറയാനുണ്ട്. ഏലിയാവ് കാക്കാവ് വഴി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഏലിയാവിന്റെ ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ച ദൈവം തന്റെ ഭക്തന്മാരെ പോറ്റിയ വിധങ്ങൾ എത്രയോ ശേഷമാണ് ഇന്നും പോറ്റിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ കുടുംബത്തിന്റെയും ശുശ്രൂഷയിലെ കുടുംബജീവിതത്തിലൊക്കെ ദൈവം നടത്തിയ വിധങ്ങൾ ഒത്തിരി പറയാനുണ്ടെങ്കിലും 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറയുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഞാൻ നോർത്ത് ഇന്ത്യക്കുള്ള വിളി ലഭിച്ചനുസരിച്ച് കേരളത്തിൽ അല്പകാലം ഒരു വർഷം കേരളത്തിൽ ഹ്രസ്വകാലം ബൈബിൾ കോളേജ് പഠിച്ചെങ്കിലും അതിനുശേഷമായി 87 മുതൽ 90 വരെ ഉത്തർപ്രദേശിലുള്ള വാരണാസിയിലെ നൂലേഹ് ബൈബിൾ കോളേജ് പഠിക്കാനിടയായിത്തീർന്നു. അന്നേരം ആദ്യത്തെ വർഷമാണോ 2ാമത്തെ വർഷമാണോ എന്ന് ഓർക്കുന്നില്ല. വളരെ സാമ്പത്തികമായി ഭാരപ്പെട്ട സമയം ഉണ്ടായിരുന്നു. പേസ്റ്റ് ഇല്ല, അതുപോലെ തന്നെ സോപ്പില്ല, അങ്ങനെ വളരെ അടിയന്തരമായ അല്ലെങ്കിൽ അത്യാവശ്യമായ കാര്യങ്ങൾക്കുള്ള ദൈനംദിന ആവശ്യങ്ങളിൽ ഇല്ലാത്ത അവസ്ഥയിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിയ അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഭാരപ്പെട്ടു. എന്നാൽ കയ്യിൽ 20 വയസ്സാണ് തൊട്ട്, അന്നത്തെ 20 വയസ്സാണ് തൊട്ടെന്ന് അലുമിനിയത്തിന്റെ ഓർമ്മ ഉണ്ടായിരിക്കും. അത് അപ്പോൾ അതൊക്കെ 20 പൈസ ഇച്ചിരി വിലയുള്ളതാണ്. അപ്പൊ സ്വോത്രാജ് ഇടാമല്ലോ എന്ന് പറഞ്ഞ് 20 പൈസയുടെ 5 തൊട്ടേ ഉണ്ടായിരുന്നു. എന്നാൽ ഞായറാഴ്ച സ്വോത്രാജ് ചാപ്പൽ സർവീസ് ഇടാമല്ലോ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവമേ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളരെ വളരെ ഭാരത്തോടായിരുന്നു. എന്നാൽ അടുത്ത ദിവസം തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു, ഇത് ആരാധന കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പോസ്റ്റ്മാൻ മണിയോറുമായിട്ട് വന്നു. 100 രൂപ മണിയോർ എൻ്റെ ഉപ്പാപ്പൻ അയച്ചിരിക്കുന്നു. ആ ഉപ്പാപ്പൻ ഇപ്പോൾ ജീവനോടില്ല. കഴിഞ്ഞ ദിവസങ്ങൾ ഉപ്പാപ്പൻ ചേർക്കപ്പെട്ടു, ദിവസം ചേർക്കപ്പെട്ടു. പലപ്പോഴും സഹായിച്ചിട്ടൊക്കെ ഉണ്ട് ഉപ്പാപ്പൻ. എന്നാൽ ആ സമയം ദൈവത്തിന്റെ ഒരു കരുതൽ എന്നുള്ള നിലയിൽ അവിടെ കടന്നു വരാനിടയായിത്തീർന്ന 100 രൂപയ്ക്ക്, അന്നത്തെ 100 രൂപ എന്ന് പറഞ്ഞാൽ നല്ല വില മൂല്യമുള്ള സമയമാണ്. അപ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും പേസ്റ്റും ഒക്കെ വാങ്ങിച്ച് സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനിടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം എത്ര നല്ലവൻ. തക്ക സമയത്ത് വേണ്ടതെല്ലാം നമുക്ക് വേണ്ടി നിർവഹിക്കുന്ന കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന് സ്തോത്രം. അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാല്, ഇവിടെ കേരളത്തിൽ ശുശ്രൂഷയിലായിരുന്നപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ 98 മുതൽ കേരളത്തിലായിരുന്നു. പക്ഷേ ഇവിടെ മൈനാഗപ്പള്ളി എന്ന സ്ഥലത്ത് 2006 മുതൽ 2010 വരെ 4 വർഷം അവിടെ സഭാ ശുശ്രൂഷയിലായിരുന്നു. ഏലംകുളത്തുനിന്ന് വന്ന് കൊളുത്തുപ്പുഴ ഏലംകുളം ഭാഗത്തുനിന്ന് അവിടെ 2008 മെയ് മാസം വരാനിടയായിത്തീരുന്നെങ്കിലും അതിൻ്റെ മെയ് മാസത്തിനും ലാസ്റ്റ് ഈ പറഞ്ഞ ഡിസംബറിന് മുമ്പുള്ള സമയത്തുള്ള കാര്യമാണ്. ഒരു സമയത്ത് ഇതുപോലെ ഞാനിങ്ങനെ ബസ് കാത്ത് ഇങ്ങോട്ട് നിൽക്കുകയാണ്. അവിടെ എന്തോ ഒരു കാര്യത്തിനായിട്ട് പോയിട്ട്, കാരണം വണ്ടിയില്ല, സ്വന്തം വണ്ടിയില്ല. അങ്ങനെ തിരിച്ചു വരാൻ വേണ്ടി ശാസ്താംകോട്ടയിൽ ബസ് കാത്ത് നിൽക്കുന്ന സമയം, ലേറ്റായി, ഒത്തിരി രാത്രിയായി. അപ്പോൾ ബസ് കാത്തിട്ടും ബസ് കിട്ടുന്നില്ല. അങ്ങനെ ഒരു ദേവദാസ്, ഒരു പാസ് ഇങ്ങനെ ബൈക്കിൽ വരുന്നു. അദ്ദേഹം ബൈക്ക് നിർത്തിയിട്ട് എന്നെ കണ്ടപ്പോൾ ഒരു പാസ്സാണെന്ന് തോന്നി. പാസ്സല്ലേ ഇവിടെ പോലെ എൻ്റെ അടുത്ത് വന്നതാണ്, തിരിച്ചു പോകാൻ വേണ്ടി ബസ് കാത്ത് നിൽക്കുക, കിട്ടിയില്ല. ആ പാസ് കയറിക്കൊന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ കയറ്റി ഇങ്ങനെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയാനിടയായിരുന്നു. പാസ്സൊക്കെ ഒരു വണ്ടി താമസിയാതെ ലഭിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് ഒരു പ്രവചന ദൂത് പോലെ ലഭിക്കാൻ പറയാനിടയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ആ വർഷം നവംബറിൽ തന്നെ വിദേശത്തേക്ക് പോകാൻ, UAE-യിലേക്ക് പോകാനുള്ള ഒരു ക്രമീകരണം. ആദ്യമായിട്ട് വിദേശത്ത് പോകാൻ തക്കവണ്ണം ഡേ വിസിറ്റിംഗ്. അത് എൻ്റെ മൂത്തളിയൻ ഇവിടെ സഭാ ശുശ്രൂഷയിലായിരുന്നു. അദ്ദേഹം മടങ്ങി വരുന്ന സമയം എന്നോട് ചോദിച്ചതുപോലെ വരുന്നു, നിങ്ങൾക്ക് ബാധക്കണം. അങ്ങനെ ഓക്കെ, ദൈവങ്ങളിൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും കൊള്ളാം. അങ്ങനെ പോയി. അടുത്ത 2007 ജനുവരി
31 വരെ അവിടെ ആയിരിക്കാൻ ഇടയായിരുന്നു. അനേക ഇടങ്ങളിൽ ശുശ്രൂഷയ്ക്കുള്ള അവസരങ്ങൾ ദൈവം തന്നു. അങ്ങനെ വന്നപ്പോൾ അപ്പം പിന്നെ ഈ ബാധ്യത സ്വല്പം കടമൊക്കെ ഉണ്ടായിരുന്നു, പോയതിന് ടിക്കറ്റ് ഏതായാലും കൊള്ളാം, അതെല്ലാം ബാധ്യതയൊക്കെ തീർന്ന് പിന്നെ സഭയ്ക്ക് ഒരു നല്ല റിസപ്ഷൻ കൊടുക്കാനും പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാനൊക്കെ ഉണ്ട്. അതെല്ലാം കൊടുത്തു തീർത്തതിന് ശേഷമായിട്ട് ബാക്കി കുറെ പൈസ ശേഷിച്ചു. ആ പൈസയ്ക്ക് ഒരു ബൈക്ക് വാങ്ങിക്കാൻ ഇടയായിരുന്നു. സെക്കൻഡ് ഹാൻഡ് ബൈക്കാണെങ്കിൽ ഒരു വലിയ അധികം പഴക്കമുള്ള ബൈക്കല്ല, അത് വാങ്ങിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ആദ്യം ഒരു ബൈക്ക് ഓടിക്കുന്നത്. അതിന് മുമ്പൊക്കെ സൈക്കിളും ഒക്കെ ആയിരുന്നു, നടന്നും സൈക്കിളൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ദൈവത്തിന്റെ കരുതൽ എത്ര ശ്രേഷ്ഠമാണ്. തക്ക സമയത്ത് വേണ്ടതില്ല നമുക്ക് നിർവഹിക്കുന്ന യഹോവ ഇരേ. ഹല്ലേലൂയ, ആമേൻ. ഏലിയാവിന്റെ ദൈവത്തിൽ ജീവിക്കുന്ന ഭക്തന്മാരുടെ ദൈവത്തിൽ ജീവിക്കുന്നല്ലോ. ആമേൻ, ദൈവത്തിന് സ്തോത്രം. പിന്നീട് പലയിടങ്ങളിലായതുകൊണ്ട് മറ്റ് വാഹനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി, വാഹനം വാങ്ങിക്കുന്ന പറയുമ്പോൾ തന്നെ അതിനുള്ള ദൈവം മുന്നേ കണ്ട് ആമേൻ കാര്യം ദൂത് തന്ന പോലെ സംഭവിച്ച ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ എൻ്റെ മൂത്തമ്മയുടെ വിവാഹം ഇവിടുന്ന് ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് 24 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ ചിറ്റാറിലായിരുന്നു അവസാന കാലത്ത് ശുശ്രൂഷ ചെയ്യുന്നത്. 2022 ഫെബ്രുവരിയിൽ, ലാസ്റ്റ് വർഷം ഫെബ്രുവരിയിൽ മൂത്തമ്മയുടെ വിവാഹം നടക്കാനിടയായിത്തീർന്നു. പക്ഷേ നടക്കാന്ന് പറയുമ്പോൾ അതാണ് പറഞ്ഞത്, ദൈവം നടത്തിയ വിധങ്ങൾ. അത് ഒരു ഭാഗത്തിന് ആലോചനയൊക്കെ വന്നെങ്കിലും പ്രായമൊക്കെ 27 വയസ്സ് കഴിഞ്ഞിരിക്കുക. എന്നാൽ വിവാഹം നടത്തണമൊക്കെ ചിന്തിച്ചെങ്കിലും ആലോചന ഒന്നും അങ്ങനെ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്തെങ്കിലും വേണം, ആലോചന വേണം. പക്ഷെ അങ്ങനെ പെട്ടെന്നൊരു ആലോചന കടന്നു വന്നു. ഇതുപോലെ എങ്കിലും സാമ്പത്തികം ഒന്നുമില്ല. ഞങ്ങൾ പറഞ്ഞപ്പോൾ ഉടനെ ഒന്നും വിവാഹം നടത്തുന്ന പ്രായമായെങ്കിൽ കാര്യങ്ങളൊന്നും ആയില്ല. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നു. അല്ല, കുഴപ്പമില്ല, അതൊക്കെ ദൈവം നടത്തുകൊള്ളു പറഞ്ഞു. അങ്ങനെ പ്രൈസിലോ ആലോചന ദൈവത്തെ പ്രകാരമുള്ള ആലോചനയായിരുന്നു. പക്ഷേ കയ്യിലൊന്നുമില്ല, ഡെപ്പോസിറ്റ് ആയിട്ട് ഒന്നും കയ്യിൽ ഇല്ലായിരുന്നു. കാരണം സ്തോത്രം, ആ നിലയൊന്നും ക്ഷമിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ദൈവം പക്ഷെ ആലോചന കടന്നു വന്നു. കാര്യങ്ങളൊക്കെ ഡേറ്റ് ക്രമീകരിച്ചു, വിവാഹം നടന്നു. എങ്ങനെയെന്നറിയത്തില്ല, അത്ഭുതകരമായ ദൈവം ഓരോ സ്ഥാനത്തു നിന്നും അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. തക്ക സമയം ഇതെല്ലാം നന്നായി നടന്നു. അനുഗ്രഹിക്കുന്ന നിലയിൽ അത് നടക്കാനിടയായി തീർന്നു. സ്തോത്രം. ബാക്കിയും കൂടെ അല്പം പൈസ ശേഷിക്കത്തുന്ന നിലയിൽ ദൈവം അത്ഭുതം ചെയ്തു. ദൈവത്ര നല്ലവൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇവിടുന്ന് പിന്നെ നോർത്ത് ഇന്ത്യക്ക് മടങ്ങിപ്പോയപ്പോൾ മധുരയിലേക്ക് വീണ്ടും മടങ്ങിപ്പോയ അതേ വർഷം 2022 മെയ് മാസമാണ് മടങ്ങിപ്പോകുന്നത്. മടങ്ങിപ്പോയിട്ട് അവിടെ ഒരു ഗ്രാമത്തിലാണ് താമസം. ഗ്രാമത്തിലല്ലെങ്കിലും ഗ്രാമത്തിലൊരു 2-3 കുടുംബങ്ങളുമായിട്ടുള്ള ശുശ്രൂഷയാണ്. അപ്പോൾ അവിടെ ആയിരിക്കുമ്പോൾ ഇത് കാരണം ശുശ്രൂഷ ഞാൻ മറ്റു മലയാളികളൊന്നും ഫോക്കസ് ചെയ്തല്ല, ഇതൊക്കെ മാത്രം. എന്നാൽ ഒരു മലയാളി നേഴ്സ് ഇതുപോലെ ഇറാഖി ജോലി ചെയ്യുന്ന നേഴ്സാണ്. ഇതുപോലെ എൻ്റെ നമ്പർ ആറിൽ കിട്ടി, എന്നെ വിളിച്ച് പാസ് ചെയ്തുപോലെ പാസിൻ്റെ അടുത്ത പാസ് മധുരയിലെ പാസ്സാണോ, എനിക്ക് മധുരയിലൊരു ഹോസ്പിറ്റലിൽ അതായിട്ട് ജോലി കിട്ടിയിരിക്കുകയാണ്, ഞാൻ നേഴ്സ് അന്യർത്തെയാണ്, ഞാൻ അവിടെ കൂട്ടായ്മക്കുള്ള അവസരത്തിന് വേണ്ടി. ഓക്കെ സിസ്റ്റർ അനന്ത കടന്ന് രൂത്ത് എന്നാണ് സിസ്റ്റർ പേര്. അവരെ ബന്ധപ്പെട്ട് അങ്ങനെ വന്നു. എന്നാൽ ഇന്ന ദിവസം വരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നു. അപ്പം ഞങ്ങൾ ശനിയാഴ്ച വരും. ഞാൻ കാരണം വന്ന് പുള്ളിക്കാരിക്ക് ഹോസ്പിറ്റലൊന്നും ആയില്ല, ഇങ്ങനെ അപ്പോയിൻമെന്റ് ആകുന്നേ ഉള്ളൂ. ശനിയാഴ്ച വന്നിട്ട് ഞായറാഴ്ച 6 കഴിഞ്ഞൊക്കെ പോകാമല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ വളരെ ഭാരപ്പെട്ട് എന്തോ അവർക്ക് കൊടുക്കാൻ, അവർക്ക് സൽക്കരിക്കാന്നുള്ള കാര്യമൊന്നുമില്ല. അങ്ങനെ ഭാരപ്പെടുമ്പോൾ എൻ്റെ അന്ന് ശനിയാഴ്ച വൈകിട്ടാണ് അവർ വരുന്നത്. ശനിയാഴ്ച തലേദിവസം വിളിച്ചു പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ വരാനും പറഞ്ഞു. അപ്പോൾ ശനിയാഴ്ച രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന തിന്നോണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ മേഴ്സി ഉപ്പുമാവ് ഇങ്ങനെ ഉരുട്ടി ഉരുളലായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇത് അരി, ഇത് പച്ചക്കറി, ഇത് ഇറച്ചി, ഇങ്ങനെയുള്ള എന്നൊക്കെ പറഞ്ഞ് ഓരോരോ ഇതിന്റെ പേര് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അതുപോലെ എന്തിനെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് അന്ന് വൈകിട്ട് അവർ വന്നപ്പോൾ ഞങ്ങളൊന്നും പറഞ്ഞില്ല, പൈസ ഇല്ലെന്നോ ഒന്നും ആഹാരമില്ലെന്നൊന്നും. അവർ അതെല്ലാം സാധനമായിട്ട് വരാനിടയായിത്തീർന്നു. ദൈവത്തെ മോത്തപ്പെടുത്തിനിടയായിത്തീർന്നു. ദൈവത്തെ നല്ലവൻ, കർത്താവത്ര വലിയവന് സ്തോത്രം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവത്തിന്റെ കാര്യങ്ങൾ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആകയാൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ നോക്കാം. ഏലിയാവിന്റെ ദൈവം ഇന്ന് ജീവിക്കുന്നു. ഏലിയാവിനെ കാക്കിക്കൊണ്ട് പോഷിപ്പിച്ച ദൈവം നമുക്ക് തക്ക സമയത്ത് വേണ്ടതെല്ലാം നന്നായി ചെയ്യും. കർത്തൃമുഖത്തെ നോക്കാം, കർത്താവിൽ ആശ്രയിക്കാം. അധൈര്യപ്പെട്ടു പോകരുത്, ക്ഷീണിച്ചു പോകണ്ട. ദൈവം കൂടെയുണ്ട്. അവിടുന്ന് നമ്മളെ സഹായിക്കും. യഹോവ ഇരേ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.